Hello my dear friends, welcome to my YouTube channel Haru and Tanu. Pacha Kurumulaku ചേർത്തിട്ടുള്ള വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ വീടിന്റെ പുറകിലായിട്ട് ഒരു മാവുണ്ട്. അതിലേക്ക് ഇങ്ങനെ കുരുമുളകിന്റെ തണ്ട് കേറി പോയിട്ടുണ്ട് ട്ടോ. അതിൽ നമ്മുടെ ആവശ്യത്തിനുള്ള അതായത് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകൊക്കെ കുറച്ചൊക്കെ അവിടുന്ന് കിട്ടാറുണ്ട്. ഇതാണ് നമ്മൾ പറിച്ചുകൊണ്ടുവന്ന കുരുമുളക്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് മീനിൽ പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചേർക്കാൻ പോണേന്ന് കണ്ടു നോക്കാം. മിക്സിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി, നമ്മൾ കഴുകി എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പച്ച കുരുമുളകാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. നമ്മളിവിടെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എണ്ണ ചേർക്കാതെ വെറുതെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ പൊടിച്ചെടുക്കും. അങ്ങനെ പൊടിച്ചെടുത്ത ഉലുവയാണ്. ഒരു വലിയ നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കാം. 1 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുത്തത്. ഇനി നമുക്കത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് വറ്റയാണ്. 3/4 കിലോ ഉണ്ട്. നമുക്കിനി ഇത് മസാല പുരട്ടാം. എല്ലാ കഷ്ണത്തിനും മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മളിത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. കടായി ചൂടാക്കി നമ്മൾ മീൻ വറക്കാനായിട്ട് പോവാണ്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ പാത്രത്തിൽ പിടിക്കാതെ എളുപ്പം വിട്ടുപോകാനായിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാത്രത്തിൽ നിന്ന് എളുപ്പം തന്നെ വിട്ടുപോരും. അല്ലെങ്കിൽ നമുക്ക് മീനിൻ്റെ ഇതുപോലെ ഒരു വശം മൂത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഒട്ടും തന്നെ പാത്രത്തിൽ പിടിക്കാതെ എളുപ്പം തന്നെ വിട്ടുപോരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു ട്രിക്ക്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ സാവധാനം മീനിൻ്റെ കഷ്ണങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുവാണ്. ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല. കണ്ടോ, എളുപ്പം തന്നെ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് ഇളകിപ്പോരും. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിന്ന് മീൻ വറുത്തെടുക്കുന്നത്. നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്.
ഈ എണ്ണയിലുള്ള മസാല നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മീനിന്റെ കഷ്ണങ്ങൾ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.